ആദ്യഘട്ടത്തിൽ പി കെ ഫിറോസിനും വേലയും കൂലിയില്ല എന്നായിരുന്നു ആരോപണം. ഇപ്പോൾ കച്ചവടം ചെയ്യുന്നു എന്നാണ് ആരോപണം. ആദ്യം ജലീൽ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കട്ടെ. മൂപ്പരിപ്പോ ഈ തമ്പി വിടമാട്ടെ എന്ന് പറഞ്ഞ എമ്മിയുടെ ഔട്ട്ലെറ്റുകൾ മുഴുവൻ കയറി എമ്മി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജലീൽ എവിടെയെങ്കിലും ഉറച്ചു നിന്നിട്ട് ഗൗരവതരത്തിൽ അത് ഉന്നയിച്ചാൽ പി കെ ഫിറോസ് അന്നേരം അതിന് മറുപടി പറയും. ആദ്യം മൂപ്പർക്ക് ഒരു ഉറപ്പ് വരട്ടെ, മറ്റു പരിശോധിക്കാം. ഈ വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യമെമ്പാട് നടപ്പിലാക്കുമെന്നാണ്. കേരളത്തിൽ അത് കൊണ്ടുവരണമെന്നാണോ? എന്താണ് യൂത്ത് ലീഗിന്റെ ഒരു നിലപാട്? അല്ല, ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ BJP അജണ്ട ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ശക്തമായി ഇടപെടുന്നത്. മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു SIR അല്ല വേണ്ടത്. കൂടുതൽ ആളുകൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുണ്ടാവണം. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളുടെ കുറവുണ്ട് എന്ന് അവർ തീരുമാനിച്ചാൽ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ജനാധിപത്യ അവകാശം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ കേരളത്തിൽ തന്നെ ആധാർ ഇലക്ഷൻ കമ്മീഷന് വോട്ടെടുപ്പിന് ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ, അതേസമയം ബീഹാറിൽ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ വിധത്തിൽ പലതരത്തിലുള്ള കോൺട്രഡിക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിലൂടെ BJPക്ക് വീണ്ടും തുടർഭരണം ഉണ്ടാകാൻ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് ഭരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആ നിലപാടൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഡൽഹിയിൽ മാത്രമായി യൂത്ത് ലീഗ് ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് വിസിബിലിറ്റി വരേണ്ട ഒരു സംവിധാനമല്ലേ? എവിടെയൊക്കെ വേറെ പരിപാടികൾ നടത്താനൊക്കെ ആലോചനയുണ്ട്? ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിൽ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ ഒരു പുനഃസംഘടന കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. ഉടൻ തന്നെ ഞങ്ങൾ ബീഹാറിൽ കിഷൻഗഞ്ചിൽ അടുത്ത പ്രോഗ്രാം ഞങ്ങൾ വെക്കും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. കേട്ടില്ല? അസമിൽ ഈ കഴിഞ്ഞ മാസത്തിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഭാരവാഹികളായ CK സുബൈറും അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവും അവിടെ സന്ദർശിച്ചിരുന്നു. ഞങ്ങളവിടെ വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ട്. നിയമപരമായി എന്തെല്ലാം കാര്യങ്ങൾ ആ വിഷയങ്ങൾ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർച്ചയായി ആസാമിൽ പ്രവർത്തിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. തുടർന്നും അത് ഉണ്ടാകും. നാളത്തെ റാലി നിങ്ങൾ കേരളത്തിലെ വിസിബിലിറ്റി നാളെ ഡൽഹി, UP, പഞ്ചാബ്, ഹരിയാന ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രമേ ഇവിടുത്തെ സമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. IUML നാഷണൽ സെക്രട്ടറി ആസിഫ് അൻസാരി he will address हिंदी में. गुड आफ्टरनून. जैसा कि मेरे फाजिल दोस्त TP अशरफ अली साहब ने यहाँ पे आपको बताया है कि कल मुस्लिम यूथ लीग नेशनल कमेटी जंतर मंतर पर एक संविधान संरक्षण मार्च निकालने जा रही है. आज की हिंदुस्तान की जो गवर्नमेंट है, जो NDA गवर्नमेंट है, ये किसी वोट के दम पर गवर्नमेंट नहीं बनी है, ना ही इन्होंने पब्लिक का सपोर्ट लिया है. ये पूरा इलेक्शन 2024 का मैनिपुलेटेड था. आज ये प्रूफ होता जा रहा है धीरे धीरे. जो राहुल गांधी जी ने एक कैंपेन चलाया है, इलेक्शन चोरी हुआ था, वोट चोरी हुई थी. ये चुनिंदा सरकार जो है वोट चोरी के दम पर बनी है. जब ये बात राहुल गांधी जी ने उठाई तब ये बात उन्होंने इंडिया अलायंस के सारे पार्टनर्स के साथ शेयर भी करी और इंडिया अलायंस के सारे पार्टनर्स को ये कहा भी गया है कि इस बात को आप धीरे धीरे जन जन तक, हिंदुस्तान के घर घर तक पहुंचाएं. तो उसी क्रम में मुस्लिम यूथ लीग की जो नेशनल कमेटी है, उन्होंने ये ठाना है कि इस वोट चोर की जो सरकार बनी हुई है, हम इस सरकार को एक्सपोज करेंगे. कल पहला धरना, कल पहला प्रदर्शन हमारा जंतर मंतर पर होने जा रहा है, जिसमें इंडिया अलायंस के सारी पार्टियों के युवा पदाधिकारी भी आएंगे. ये पहला प्रदर्शन है जो हम सब मिलकर कर रहे हैं. इसकी शुरुआत जंतर मंतर दिल्ली से हो रही है और धीरे धीरे इसी तरीके के धरना प्रदर्शन हम पूरे हिंदुस्तान में करेंगे.